ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ കനേഡിയൻ മലയാളി. എൻ്റെ പേര് ശ്രുതി എന്നാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കശ്മീരിൽ നടന്ന പെഹൽഗാമിൽ നടന്ന അറ്റാക്കിനെ പറ്റിയിട്ടാണ്. ഈ അറ്റാക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ മീഡിയ വഴി കണ്ടിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ, എനിക്ക് നോട്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോറി ടോ ഗൈസ്, ഞാൻ കുറച്ച് നോട്ട്സ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ബുക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലീസ് ഡോണ്ട് മൈൻഡ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടൈൻറ്റഡ് ആണ്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോളനൈസേഷന് ശേഷം നമ്മുടെ ഹിസ്റ്ററി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതിൽ ഭയങ്കര പോളിഷ് ചെയ്തിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ഇൻറ്റേർണൽ സിവിൽ അൺറെസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. സ്പെഷ്യലി കമ്മ്യൂണൽ റൈറ്റ്സ് ആയിട്ട് ഹിന്ദു വേഴ്സസ് മുസ്ലിം, അല്ലെങ്കിൽ പഞ്ചാബ് സിഖ് മതത്തിലുള്ള ആൾക്കാർ വേഴ്സസ് മുസ്ലിം, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് വേഴ്സസ് ഹിന്ദുസ്. ഇതൊക്കെ ഒത്തിരി നടന്നിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. ഓക്കെ, നമ്മുടെ സ്കൂളിലാണെങ്കിലും നമ്മൾ ഇതിന് ഭയങ്കര പോളിഷ്ഡ് വേർഷനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ വെസ്റ്റിൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഹിസ്റ്ററിയുടെ ഗുഡ് ആണെങ്കിലും ബാഡ് ആണെങ്കിലും ടീച്ച് ദെയർ കിഡ്സ്. അതായത് ഇപ്പോൾ ജർമ്മനി എടുത്ത് നോക്കുവാണെങ്കിൽ യു നോ ഹൗ ബാഡ് ദ ഹോളോകോസ്റ്റ് വാസ് ആൻഡ് ദാറ്റ് ഹിസ്റ്ററി വാസ്. They still learn those things in school so that the kids are aware about the dirty history that country had, right? അതുപോലെ തന്നെ ഇപ്പോൾ കാനഡ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ഇവിടെ നേറ്റീവ്സിൻ്റെ അഗെയിൻസ്റ്റ് നടന്ന എല്ലാ കാര്യങ്ങളും അവർ സംസാരിക്കുന്നുണ്ട്, അതിനെ പറ്റിയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ നടന്ന കാര്യങ്ങൾ ലൈക്ക് ഇന്ദിരാഗാന്ധിനെ അസാസിനേറ്റ് ചെയ്തതോ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഹിസ്റ്ററിക്കൽ നോളജ് നമ്മുടെ സ്റ്റുഡൻസ്, നമ്മുടെ കുട്ടികൾക്ക് ആരും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ബ്രിട്ടീഷ് കോളനൈസേഷന് മുന്നേ ഭയങ്കരമായിട്ട് പ്രൊവിൻഷ്യൽ സ്റ്റേറ്റ്സ് ആയിട്ടിരുന്ന കൺട്രിയാണ് നമ്മുടെ. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സമയത്താണ് നമ്മൾ ഇന്ത്യ എന്നൊരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് വന്നത്. അപ്പോൾ പല കൾച്ചേഴ്സും പല റിലീജിയൻസും പല കാര്യങ്ങളും ഒക്കെ പഠിച്ചതും ലൈക്ക് പല കാര്യങ്ങളും ഫോളോ ചെയ്തിരുന്ന ആൾക്കാരാണ് ഒരു ഒറ്റ കൺട്രി ആയിട്ട് ഇപ്പോൾ ജീവിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഹിസ്റ്ററിയിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഇഷ്യൂസ് ലൈക്ക് കമ്മ്യൂണൽ റൈറ്റ്സ് ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പെഹൽഗാം ഇഷ്യൂ വന്നതിന് ശേഷം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും ഒരു കമ്മ്യൂണൽ റൈറ്റ് ആക്കി എടുക്കരുത്. ഓക്കെ, ദിസ് ഇസ് നോട്ട് എ ഹിന്ദു വേഴ്സസ് മുസ്ലിം ഇഷ്യൂ. ദിസ് ഇസ് എ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ, അല്ലെങ്കിൽ ഇന്ത്യ വേഴ്സസ് ടെററിസം ആണ്. ഓക്കെ, അല്ലാണ്ട് ഇത് ഇന്ത്യ വേഴ്സസ് ഹിന്ദുസ് അല്ലെങ്കിൽ ഹിന്ദു വേഴ്സസ് മുസ്ലിം ഇഷ്യൂ ആക്കി എടുക്കുന്നത് വളരെ കഷ്ടമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞിട്ട് കുറച്ച് നാളെ, പക്ഷെ നമുക്ക് ഇതുവരെയായിട്ടും ആ ടെററിസ്റ്റിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ആസ് എൻ ഇന്ത്യൻ, അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു ഇന്ത്യൻ അല്ല, ഇപ്പൊ ഞാനൊരു കനേഡിയൻ സിറ്റിസൺ ആണ്. ഒരു കനേഡിയൻ സിറ്റിസൺ ആണെങ്കിൽ പോലും എൻ്റെ നേരത്തെ പൗരത്വം എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഐ ഡു ഫീൽ ലൈക്ക് നമ്മൾ റിറ്റാലിയേറ്റ് ചെയ്യണം. ഈ ഒരു ഇഷ്യൂസിൻ്റെ അഗെയിൻസ്റ്റ് നമ്മൾ റിറ്റാലിയേറ്റ് ചെയ്യണം. പക്ഷെ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻ്റലിജൻസും അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക് ടൈസ് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കിയിട്ട് വേണം നമ്മൾ റിറ്റാലിയേറ്റ് ചെയ്യാനെന്നാണ് എനിക്ക് തോന്നുന്നത്, ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ അറ്റാക്ക് നടക്കുന്നതിന് മുന്നേ ഞാൻ പാൽക്കി ശർമ്മയുടെ ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ചാനലുണ്ടല്ലോ യൂട്യൂബിൽ, അത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിൽ പാൽക്കി ശർമ്മ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ മിലിറ്ററി ഹെഡ്, ഓക്കെ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ഡിഫൻസ് മിനിസ്റ്റർ ഓർ ദ പ്രൈം മിനിസ്റ്റർ, ഐ എം ടോക്കിംഗ് അബൌട്ട് ദ മിലിറ്ററി ഹെഡ്. അയാൾ ഈ കാശ്മീർ ഇഷ്യൂവിനെ പറ്റിയിട്ട് റീസെൻ്റ്ലി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഈ ന്യൂസ് ആർട്ടിക്കിൾ കണ്ടുകൊണ്ടിരുന്ന ഞാൻ ആലോചിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവമേ, നമ്മൾ കശ്മീരിലൊക്കെ എന്തോരം പേരാണ് ടൂറിസ്റ്റ് ആയിട്ട് പോകുന്നത്. ഇങ്ങനെ കോൺഫ്ലിക്റ്റ് സോൺസിൽ ആൾക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ടൂറിസ്റ്റ് ആയിട്ട് പോകാനായിട്ട് ഡിസൈഡ് ചെയ്യണേ, വേറെ സ്ഥലങ്ങളിൽ പോയിക്കൂടിയെന്ന് ഇങ്ങനെ ചിന്തിക്കും. ആ സെയിം ടൈം തന്നെ ഐ വാസ് ലൈക്ക്, ഞാൻ എന്ത് ചിന്തിക്കുന്നത്, കാനഡ പോലത്തെ രാജ്യത്ത് നിൽക്കുമ്പോഴത്തേക്കും മഞ്ഞും അതൊക്കെ ആസ്വദിക്കാനായിട്ട് നമുക്ക് പല പല സീസൺസ് ഉണ്ട്. പക്ഷേ ആസ് എ ഇന്ത്യൻ നമുക്ക് നാട്ടിലെ ഒരു മഞ്ഞോ അല്ലെങ്കിൽ ഒരു സ്നോ എൻജോയ് ചെയ്യണമെങ്കിൽ ആകെ ചെയ്യാൻ പറ്റണത് ജമ്മു ആൻഡ് കാശ്മീർ പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു, ഞാൻ തിങ്ക് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് സെൽഫിഷ് ആയിപ്പോയി, പീപ്പിൾ ഷുഡ് ഗോ ദെയർ ആൻഡ് എൻജോയ് എന്നുള്ള രീതിയിൽ ഞാൻ തിങ്ക് ചെയ്ത് ഈ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു അറ്റാക്ക് ഉണ്ടായത്. ആൻഡ് ഐ വാസ് ലൈക്ക്, ഓ മൈ ഗോഡ്. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, അന്ന് ആ പുള്ളി, ലൈക്ക് ഐ ഡോണ്ട് റിമെമ്പർ ഹിസ് നെയിം, ആ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞ ആ സെയിം കാര്യം ഇത്ര ദിവസം കഴിഞ്ഞ് നടക്കണമെങ്കിൽ ദിസ് ഇസ് സംതിങ് ദാറ്റ് ദേ ഹാവ് പ്ലാൻ. പാകിസ്ഥാൻ ഉറപ്പായിട്ടും ഇതിൽ കൈയുണ്ടെന്നുള്ളത് 100% ഷുവറാണ്. അതുപോലെ തന്നെ US JD വാൻസ് നമ്മുടെ ഇന്ത്യ സന്ദർശിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. സോ ദേ വാണ്ടഡ് ഇന്റർനാഷണൽ
യുനോ പീപ്പിൾ ഇന്റർനാഷണൽ അറ്റൻഷനും കൂടെ ഈ ഒരു അറ്റാക്കിന് അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോൺഫ്ലിക്റ്റ് സോൺസിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ലൈഫ് എങ്ങനെയാണെന്നുള്ളതാണ്. ഞാനൊരു കോൺഫ്ലിക്റ്റ് സോണിൽ ഇതുവരെയായിട്ടും ജീവിച്ചിട്ടില്ല. അപ്പോൾ അവരെ ജഡ്ജ് ചെയ്യാനായിട്ട് എനിക്ക് യാതൊരുവിധ റൈറ്റും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഓഫീസിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് ഒരു ആൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പേരോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടന്നപ്പോഴത്തേക്കും പാകിസ്ഥാനെയാണ് ആ പേഴ്സൺ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഐ വാസ് ലൈക്ക്, ഇത് എന്താണ് ഒരു ഇന്ത്യൻ ഫീലിംഗ് ഒന്നും ഇല്ലാത്തതെന്ന് ആലോചിച്ചായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് കശ്മീരിൻ്റെ ഹിസ്റ്ററിയും അവിടെ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയപ്പോഴാണ് അവിടെ എന്താ പറയുക, കർഫ്യൂസ് ഉണ്ട്, ആൾക്കാർക്ക് മിലിറ്ററി കാരണം ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് അവരെയും കുറ്റം പറയാനായിട്ട് പറ്റിയില്ല. അതുപോലെ തന്നെ ഈ പെഹൽഗാം ഇഷ്യൂ നടന്നതിന് ശേഷം ഒരു റീലിൽ ഞാൻ കണ്ടതാണ്, ഇതിൻ്റെ വിജിലിൽ നടന്നുകൊണ്ടിരുന്ന കുറച്ച് കാശ്മീരി പയ്യന്മാർ ചിരിക്കുമായിരുന്നു. ഓക്കെ, ഐ തിങ്ക് യങ്സ്റ്റേഴ്സ് ആണ്, എന്തോ തമാശ പറഞ്ഞിട്ട് എന്തോ ചിരിക്കുക ചെയ്തത്. ആൻഡ് അത് മീഡിയ എടുത്തിട്ട് അതൊരു ഭയങ്കര വലിയ ബ്ലോണപ്പ് ഇഷ്യൂ ആക്കി ക്രിയേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഐ ഫീൽ ലൈക്ക് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഒത്തിരി മീഡിയ ശ്രമിക്കുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ ഇന്ത്യൻസ് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിൽ ടെററിസ്റ്റ് വന്നിട്ട് മുസ്ലിം മെന്നിനെ അല്ല കൊന്നത്, ഹിന്ദു മെന്നിനെയാണ് കൊന്നത്. കലിമ പറഞ്ഞിട്ടാണ് കൊന്നത്. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് അവർ ചെയ്തത്? ബിക്കോസ് അവർക്കറിയാം ഇന്ത്യ നേഷൻ ഡിവൈഡഡ് ആണ്. സ്പെഷ്യലി വിത്ത് മോദി ബീങ് ആർ ഹെഡ്, ഭയങ്കരമായിട്ട് നമുക്ക് ഇന്റേണൽ ഇഷ്യൂസ് ഉണ്ട്, സ്പെഷ്യലി കമ്മ്യൂണൽ വൈസ്. അതിൽ പിന്നെയും തീയും പെട്രോളിയം ജെല്ലിയും എല്ലാം കൊണ്ടുവന്ന് ഇടുന്ന പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ കാണിക്കേണ്ടത്. അപ്പം നമ്മൾ ആസ് ഇന്ത്യൻസ്, ലൈക്ക് ഇപ്പം ഞാൻ എക്സ് ഇന്ത്യൻ, ഓക്കെ ഫൈൻ, വേർഡ് നിങ്ങൾക്ക് എന്നെ ഇന്ത്യൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട, ബിക്കോസ് ഇപ്പോൾ ഒഫീഷ്യലി കനേഡിയൻ സിറ്റിസൺ ആണ്. പക്ഷേ എൻ്റെ ബ്ലഡിലുള്ളത് ഇസ് ഫ്രം ഇന്ത്യ, ഞാൻ ശരീരത്തുള്ളതും ഇസ് ഫ്രം ഇന്ത്യ, ബിക്കോസ് ഞാൻ ആ മണ്ണിൽ ജനിച്ച ആളാണ്. അപ്പോൾ ആസ് എ പേഴ്സൺ ഫ്രം ദാറ്റ് കൺട്രി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ യൂണിറ്റി കാണിക്കേണ്ട ടൈമാണിത്. വി നീഡ് ടു സ്റ്റാൻഡ് ടുഗെദർ അഗെയിൻസ്റ്റ് ടെററിസം, അഗെയിൻസ്റ്റ് പാകിസ്ഥാൻ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആലോചിക്കണം നമ്മുടെ ഹിസ്റ്ററിനെ പറ്റിയിട്ട്. മുഗൾസ് അറ്റാക്ക് ചെയ്തത് കൊണ്ടാണ്, മുഗൾ നമ്മൾ ഭരിച്ചത് കൊണ്ട്, അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ കുറേ ഇൻവേഷൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇസ്ലാം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻസ് വന്നതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി വന്നിട്ടുള്ളത്. ബട്ട് ഏത് റിലീജിയൻ നമ്മൾ ഫോളോ ചെയ്താലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ കോർ നമ്മൾ ആ മണ്ണിൽ ജനിച്ച് വളർന്നതാണ്. നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണ്. അപ്പോൾ ഈ ജാതി മതം അങ്ങനെയുള്ള ഡിവിഷൻ നമ്മുടെ മൈൻഡിൽ നിന്ന് നമ്മൾ മാറ്റിയെടുത്തിട്ട് നമ്മൾ ഒന്നിച്ച് ചിന്തിക്കേണ്ട സമയമാണ്. ബ്രിട്ടീഷേഴ്സും അങ്ങനെ പല ആൾക്കാരും നമ്മുടെ ഡിവിഷൻ നമ്മുടെ എഗെയിൻസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനെ അതൊരു എന്താ പറയുക, അതൊരു വെപ്പണായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കാനുള്ളത്. ഞാൻ കേരളത്തിൽ ജനിച്ചു വളർന്നതാണ്. നമുക്ക് കേരളത്തിൽ ജനിച്ചു വളർന്ന എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ കമ്മ്യൂണൽ ഹാർമണി ഉണ്ടെന്നുള്ളത്. ഓക്കെ, ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, ഞാൻ മുസ്ലിം പള്ളിയിൽ പോകാറുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, നമ്മളെല്ലാവരും ഒന്നായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഞാൻ ഇപ്പം നാട്ടിൽ നമ്മുടെ കേരളത്തിലും വർഗീയതയുടെ ഒരു തീ ആളിക്കത്തുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഗൈസ്, എന്തിനാണ്? ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമ്മൾ നമ്മുടെ ധർമ്മം അല്ലെങ്കിൽ നമ്മുടെ മതം നമ്മൾ ഇത് ചെയ്യുക, ബാക്കിയുള്ളവർ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഫോളോ ചെയ്യുക. ബാക്കിയുള്ളവർ അതെന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അവരെ കുറ്റം പറയുന്ന പരിപാടി നമ്മൾ നിർത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഇഷ്യൂവിന് ശേഷം ഞാൻ കണ്ടിട്ടുണ്ട് ലൈക്ക് ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടുള്ള ഇമേജസ്, ഭയങ്കര സാഡ് സോങ്സ് ഒക്കെ ഇട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ആൾക്കാരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്? നമ്മുടെ ഉള്ളിൽ ആ ഹേറ്റ്രഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിത് നമ്മൾ ആരെയും വെറുതെ വിടണമെന്നോ നമ്മൾ ഇതിന് റിട്ടാലിയേറ്റ് ചെയ്യരുതെന്നോ ഒന്നും അല്ല പറയണം. വി ഷുഡ് റിട്ടാലിയേറ്റ്. വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ്. ആസ് എ കൺട്രി നമ്മൾ നമ്മുടെ റൈറ്റ്സും നമ്മുടെ കാര്യങ്ങളും അത്രയും മരിച്ച ആൾക്കാരുടെ ലൈക്ക് രക്തസാക്ഷികളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആസ് എ കൺട്രി നമ്മൾ ചെയ്യണം. നമ്മൾ റിട്ടാലിയേറ്റ് ചെയ്യണം. പാകിസ്ഥാന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാഠം തന്നെ പഠിപ്പിക്കണം. പക്ഷെ മാക്സിമം സിവിൽ ലോസസും ഉണ്ടാവാണ്ട്, അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഇത് ചെയ്ത ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് പ്ലീസ് കമൻറ്റിൽ. ഇന്ത്യ ആസ് എ കൺട്രി ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ഇനിയും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. സത്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും പക്ഷത്തു നിന്ന്
നമ്മൾ പോരാടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ പോരാട്ടത്തിൽ നമ്മുടെ മുസ്ലിം ഫ്രണ്ട്സിനെയും നമ്മൾ ചേർത്ത് പിടിക്കണം എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം അല്ലെങ്കിൽ ഒരു നല്ല ഡേ ഞാൻ ആശംസിക്കുന്നു. ബൈ.